അപ്പോൾ ഞാൻ ഇന്നലെ നമ്മുടെ ലൈഫ് റീസെറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള അടിപൊളി ടിപ്പുകളാണ് നിങ്ങളുമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. 2 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇന്നലെ പറഞ്ഞു തന്നിരുന്നു. ഇനി മൂന്നാമത്തേത് എന്താണെന്ന് നമുക്ക് നോക്കാം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഡെയിലി നമ്മളെ ഒന്ന് വിലയിരുത്തുക, നമ്മളൊന്ന് റിവ്യൂ ചെയ്യുക. നമ്മൾ ഇന്നത്തെ ദിവസം രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളൊന്ന് സ്വയം ഒന്ന് റിവ്യൂ ചെയ്യുക. ഇന്നത്തെ ദിവസം കഴിഞ്ഞ ദിവസം നമ്മൾ എന്താ പഠിച്ചത്, വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു അല്ലേ. നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പം ഇന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ദിവസം ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ ആ വിഷ്വലൈസ് ചെയ്ത കാര്യങ്ങൾ, നമുക്ക് ലൈഫിൽ വേണ്ടുന്ന കാര്യങ്ങളിൽ അതിന് വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം ഞാൻ എന്താണ് ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളൊന്ന് റിവ്യൂ ചെയ്യുക, സ്വയം ഒന്ന് വിലയിരുത്തുക. നമ്മൾ കൂടുതൽ എന്താ ചെയ്യുന്നത്, നമ്മൾ നാളെക്കുറിച്ച് ഓർത്ത് ഭാവിയെക്കുറിച്ച് ഓർത്ത് നമ്മൾ ആശങ്കപ്പെട്ട് നടക്കാറുണ്ടല്ലേ, വ്യാകുലപ്പെട്ട് നടക്കാറുണ്ടല്ലേ. അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എപ്പോഴും വിചാരിക്കുക നമ്മൾ ഇന്ന് ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലമാണ് നാളെ നമുക്കൊരു റിസൾട്ടായിട്ട് നമ്മുടെ ഫ്യൂച്ചറിനെ നിർണ്ണയിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളെ ഇന്നത്തെ ദിവസത്തിലെ ആ ഒരു സക്സസ്സിലേക്ക് എത്താനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് സ്വയം ഒന്ന് നമ്മൾ വിലയിരുത്തുക. ഇന്ന് നമ്മൾ ഒരു കാര്യവും ചെയ്യാതിരുന്നിട്ട് നാളെക്കുറിച്ച് ഓർത്തിട്ട് വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല അല്ലേ. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് നമ്മുടെ ആ ലക്ഷ്യങ്ങളിലേക്ക് എത്താനായിട്ട്, നമ്മുടെ ആ സ്വപ്നങ്ങളിലേക്ക് എത്താനായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്താണ് നമ്മൾ ഇന്നത്തെ ദിവസം ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളൊന്ന് വിലയിരുത്തുക. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, പുതുതായിട്ട് എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു സ്കില്ലായിക്കൊള്ളട്ടെ, പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ജീവിതത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. ഇന്നത്തെ കാലത്ത് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാവുന്ന ഒരുപാട് അവസരങ്ങളുണ്ടല്ലേ, ഒരുപാട് ജോലികളുണ്ടല്ലേ, ഒരുപാട് ബിസിനസ്സുകളുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയതായിട്ടൊരു സ്കില്ല് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു 3 മാസം കൊണ്ടൊക്കെ നല്ല അടിപൊളി സ്കില്ലുകൾ പഠിച്ചിട്ട് ആ മേഖലയിൽ തന്നെ നിങ്ങൾക്ക് വിജയം കൈവരിക്കാവുന്ന കുറേ ബിസിനസ് സംരംഭങ്ങളുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളെ കൊണ്ട് എന്താണ് പറ്റുന്നത്, നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരു പുതിയ കാര്യം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഒരു 3 മാസം നമ്മളൊരു ചെറിയ സ്കില്ലിനകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സ്കില്ലൊന്ന് ഡെവലപ്പ് ചെയ്തെടുത്താൽ അതിൽ നിന്ന് തന്നെ നമുക്കൊരു നല്ലൊരു വരുമാനം ജനറേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇനി അതിനകത്ത് എന്തെങ്കിലും സംശയമുണ്ടോ, നിങ്ങൾക്കൊരു ബിസിനസ് എന്താണ്, ഒരു ഐഡിയ കിട്ടുന്നില്ല, എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഭയങ്കര സംശയമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ സെഷനിൽ എന്നെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ഒരുപാട് പേര് ബിസിനസ്സിലേക്ക് ഇറങ്ങി ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അപ്പം അടുത്ത ടിപ്പുമായിട്ട് നാളത്തെ വീഡിയോയിൽ കൂടി നമുക്ക് വീണ്ടും കാണാം. താങ്ക്